യൂസുഫിന് ജീവിതം അടുത്തിട്ടുണ്ട്. അവൻ്റെ ജീവിതം മുഴുവൻ തിന്മകളിൽ നിറഞ്ഞിരിക്കുന്നു. പാർട്ടിക്ക് പോവുക, നിസ്കാരം ഒഴിവാക്കി സോഷ്യൽ മീഡിയയിൽ മുഴുകുക, അനാവശ്യമായ പല കാര്യങ്ങളിലും ഇടപഴകുക, അങ്ങനെ പലതും. തൻ്റെ ജീവിതം നശിച്ചു. ഇത്രക്കും തെറ്റ് ചെയ്തവന് അള്ളാഹു പോലും പുറത്തു കൊടുക്കില്ല എന്നവന് തോന്നാൻ തുടങ്ങി. ഇനി അവൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാത്ത പോലെ തോന്നി. പെട്ടെന്നാണ് അപ്പുറത്തെ മുറയിലെ ഖുർആൻ അതിൻ്റെ അർത്ഥത്തോടെ ചൊല്ലുന്നത് അവൻ കേട്ടത്. ഖുർആൻ 39:53 പ്രകാരം പറയുക: സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇത് അള്ളാഹു അവനോട് സംസാരിക്കുകയാണോ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കുളിച്ചു വുളു എടുത്തു കാലങ്ങൾക്ക് ശേഷം നിസ്കരിക്കാൻ തുടങ്ങി. സുജൂദിലേക്ക് വീണു. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. യാ അള്ളാഹ്, ഞാൻ തിന്മകളിൽ മുഴുകിയവനാണ്. ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ പോലും ഇഷ്ടമില്ലാതെയായി. നീ എൻ്റെ തെറ്റുകൾ പുറത്തു തരുമോ? നിസ്കാരം കഴിഞ്ഞപ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. കൂട്ടുകാരനാണ്. ഇന്ന് രാത്രി പാർട്ടിക്ക് പോകാൻ റെഡിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഷെയ്ത്താൻ പിറുപിറുത്തു. നീ പോകുന്നതല്ലേ സാധാരണ, ഇന്നൊരു രാത്രി കൂടി പോയിക്കോ, നാളെ തൊട്ട് നന്നാവാം. അവൻ വരാം എന്ന് പറയാൻ വേണ്ടി ഫോൺ എടുത്തു. പക്ഷേ മെസ്സേജ് അയച്ചില്ല. ഫോൺ നിലത്ത് വെച്ചു. ഷെയ്ത്താൻ തോറ്റു. ഈ തവണ യൂസുഫ് അള്ളാഹുവിനെ തിരഞ്ഞെടുത്തു. അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ തുടങ്ങി. നിങ്ങൾ എത്ര വലിയ തെറ്റു ചെയ്ത ആളാണെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തിരിച്ചു ചെന്നാൽ അവൻ നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും, ഇൻഷാ അല്ലാഹ്.